ദുരിതം നൽകുന്ന സമയമാണ്. ഒത്തിരിയേറെ പേർക്ക് ജീവൻ്റെ ഹാനി സംഭവിച്ചു. ഒത്തിരി പേര് ഇപ്പോഴും മണ്ണിനടിയിൽ കിടക്കുകയാണ്. ഒത്തിരി പേരുടെ ജീവന ഉപാധികൾ, ഭവനങ്ങൾ എല്ലാം ഒലിച്ചുപോയി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രത്യേകമായി നമ്മുടെ കേരളത്തെയും പ്രത്യേകിച്ച് കോട്ടയം പ്രദേശം, പേമാരി, വെള്ളപ്പൊക്കം നടക്കുന്ന എല്ലാ പ്രദേശങ്ങളെയും പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ജീവൻ നഷ്ടപ്പെട്ടു പോയ മക്കളെ പ്രത്യേകമായിട്ട് നമുക്ക് ഈ അൾത്താരയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ മാസം ഒക്ടോബർ മാസം ജന്മദിനം ആഘോഷിച്ച, ഇനി ആഘോഷിക്കാൻ പോകുന്ന പ്രിയപ്പെട്ട അലക്സിയ, ഫിൽമോൻ, പ്രിയപ്പെട്ട ബൻഷേജി, ഹന്ന, പ്രിൻസി, രമ്യ, ബിനോജ്, പ്രിയപ്പെട്ട എല്ലാ മക്കളെയും പ്രത്യേകമായി ഈ അൾത്താരയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വിവാഹ വാർഷികം ആഘോഷിച്ച പ്രിയപ്പെട്ട ജൂനോ, ഫിൽമോൻ, പ്രിയപ്പെട്ട ജോസി, രമ്യ 19-ാം തീയതി ആഘോഷിക്കാൻ പോകുന്നു. പ്രിയപ്പെട്ട ഈ ദമ്പതികളെയും പ്രത്യേകമായി ഈ അൾത്താരയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ട ദാനിയലച്ചൻ, പ്രിയപ്പെട്ട ലിനോച്ചൻ ഇന്ന് മുതൽ നമ്മുടെ ഈ മിഷന്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ കഴിഞ്ഞ 10-ാം തീയതിയായിരുന്നു അച്ഛൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ ദാനിയൽ പ്രവാചകന്റെ തിരുനാൾ ആഘോഷിച്ചത്. അച്ഛനെയും പ്രത്യേകമായി നമ്മുടെ ഈ അൾത്താരയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് അച്ഛൻ ഇന്ന് മുതൽ ഇവിടെ ആഘോഷിക്കാൻ തുടങ്ങാൻ പോകുന്നതായ എല്ലാ ശുശ്രൂഷകളെയും, നമുക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ സേവനങ്ങളെയും അധ്വാനങ്ങളെയും ഈ അൾത്താരയിലേക്ക് സമർപ്പിക്കാം. അച്ഛൻ്റെ ഏറ്റെടുക്കാൻ പോകുന്ന എല്ലാ ശുശ്രൂഷകളിലും, അച്ഛൻ്റെ എല്ലാ മിഷനുകളെയും, അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അച്ഛൻ നമ്മളിലൂടെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ശക്തമായിട്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛനെയും അച്ഛൻ്റെ എല്ലാ നിയമങ്ങളെയും ഈ അൾത്താരയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. സഹോദരങ്ങളെ, ജീവപ്രദമായ പരിശുദ്ധ ബലി സഭയ്ക്ക് മുഴുവന് വേണ്ടിയും വിശിഷ്യ നിങ്ങൾക്ക് ഏവർക്ക് വേണ്ടിയും അർപ്പിക്കുവാൻ ഞാൻ യോഗ്യനായി തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
നീ റോമാ പൗരനാണോ? അതെ എന്ന്
മേൽ കുറ്റാരോപണം നടത്തിയതിന്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പിറ്റേ ദിവസം സഹസ്രാധിപൻ അവനെ മോചിപ്പിച്ചു. എല്ലാ പുരോഹിത പ്രമുഖന്മാരും ആലോചന സംഘം മുഴുവനും സമ്മേളിക്കുവാൻ അവൻ കൽപ്പിച്ചു. പിന്നീട് പൗലോസിനെ കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ നിർത്തി പാറിക്കുമോ.
മിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷത്തിൽ നിന്ന് കുറച്ച് സന്തോഷവും കുറച്ച് സങ്കടമൊക്കെ ഉണ്ടല്ലേ. ഒരു സമൃദ്ധത എന്താണ് വികാരത്തില്ല നമ്മൾ കൈകരിക്കുന്നതല്ലേ. എൻ്റെ മിക്സപ്പായിരിക്കും എന്ത് വേണം എന്നൊക്കെ വെച്ച് നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 23-ാം അധ്യായത്തിലെ ആദ്യ 12 വാക്യങ്ങളാണ്. അതിലേറ്റവും അവസാനം വായിച്ചു കേട്ടത് വളരെ പരിചിതമായൊരു വാക്യമാണ്. എന്താ? തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ അങ്ങോട്ട് പോരട്ടെ ഒന്നുകൂടെ. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഓക്കെ, എല്ലാവർക്കും അറിയാം. വളരെ പരിചിതമായ ഒരു വാക്യമായത്. പരിചിതമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ആവർത്തിച്ച് വായിച്ച് പരിചയമുണ്ട് അല്ലേ? വായിച്ച് തഴമ്പിച്ച് വന്നൊരു പരിചയം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കേട്ട് പരിചയിച്ച ഒരു വാക്യം കൂടിയായിരുന്നു. പ്രസംഗങ്ങളിലോ നമ്മുടെ ധ്യാന കൂട്ടായ്മകളിലോ ഒക്കെ മിക്കവാറും ഏത് വിഷയം പറഞ്ഞു വന്നാലും പറയാൻ സാധ്യതയുള്ളതായ ഒരു വചനമാണ് ഇത്. അപ്പോൾ അങ്ങനെ കേട്ട് വായിച്ച് പരിചയം വന്ന തഴക്കം വന്നൊരു വാക്യമാണ് നമ്മൾ വായ ദിവസം കേട്ടത്. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനൊരു കേട്ട്
വായിച്ചുള്ള പരിചയത്തിന് അപ്പുറമായ ഒരു പരിചയം ഈ വാക്യത്തിലേക്ക് വന്നാൽ മാത്രമേ നമുക്കിതുകൊണ്ട് വല്ല പ്രയോജനവും ഉള്ളൂ. അപ്പോൾ കേട്ടാൽ പോരാ, വായിച്ചാൽ പോരാ, മറ്റൊരു പരിചയം ഉണ്ടാവണം. അത് അനുഭവം കൊണ്ടുള്ളൊരു പരിചയം ഈ വാക്യത്തിന് ഉണ്ടാകണം. അത് ഇപ്രകാരം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മുടെയൊക്കെ തകർച്ചകളിൽ ഒരു കെട്ടുറപ്പുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ, അതെന്തോ സാധനം? തകർച്ചകളിൽ എങ്ങനെ കെട്ടുറപ്പുണ്ടാകുന്നത്? എങ്ങനെ തകർച്ചകളിൽ കെട്ടുറപ്പുണ്ടാകാറുണ്ടോ? സാധ്യതയുണ്ടോ? തകർന്നാൽ പിന്നെ തകർന്നു, ഉറപ്പില്ലാത്തുണ്ടല്ലോ പോയതല്ലേ. എപ്പോഴാണ് തകരുന്നത്? എപ്പോഴാണ്? നമ്മൾ സുവിശേഷം പറയുന്നുണ്ട്, എവിടെ വീട് പണിതവനാണ് ഭോഷനായി തകർന്നു പോയത്? മണൽത്തിട്ടമേൽ അല്ലേ? മണൽത്തിട്ടമേൽ വീട് പണിതവൻ അടിസ്ഥാനം സ്ട്രോങ് അല്ലായിരുന്നതുകൊണ്ട് തകർന്നുപോയി. അപ്പോൾ ചിന്തിക്കുക, ഓരോ തകർച്ചകളിലും നമുക്ക് നൽകുന്ന പാഠമുണ്ട്. നിന്റെ അടിത്തറ ഇനിയും ബലപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ തകർച്ചയിലും നിരാശപ്പെട്ടു പോകാനുള്ളതല്ല, മറിച്ച് കൂടുതൽ ബലം പ്രാപിക്കാനായി നീ അടിത്തറ സ്ട്രോങ് ആക്കിയേ മതിയാവത്തുള്ളൂ എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അതുപോലെ അടിത്തറ നമുക്കറിയാം. യോഹന്നാൻ സുവിശേഷം പറയുന്നുണ്ട്, ആരെയാണ് വെട്ടിയൊരുക്കുന്നത്? അല്ല, എന്തിനു വേണ്ടിയാണ് മുന്തിരിച്ചെടി വെട്ടിയൊരുക്കുന്നത്? കൂടുതൽ ഫലം കായ്ക്കാനായി അല്ലേ? പുതിയ തളിരുണ്ടാകാനായി, കൂടുതൽ ഫലം കായ്ക്കാനായി വെട്ടിയൊരുക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോൾ, അല്ല ഇവിടെയാണെങ്കിൽ നമ്മൾ മൂന്നാറൊക്കെ പോയിട്ടുണ്ടോ? മൂന്നാർ പോയിട്ടുണ്ടോ? ഉണ്ട്. അവിടെ പോകുമ്പോൾ നമ്മൾ കൂടുതലായി കാണുന്നത് എന്താണ്? ബെസ്റ്റ് തേയിലത്തോട്ടം അല്ലേ? അപ്പോൾ ഈ തേയിലത്തോട്ടത്തിൻ്റെ പ്രത്യേകത എന്താ? നല്ല മനോഹരമാണ്, ഫോട്ടോ എടുക്കാൻ കൊള്ളാം, നല്ല സീനറി കിട്ടും, നല്ല പച്ചപ്പാണ് അല്ലേ? അങ്ങിങ്ങായി നടുക്ക് വേറെ ഓരോ മരങ്ങൾ കാണും. ഇതൊക്കെ എൻ്റെ പ്രത്യേകത. തേയിലത്തോട്ടത്തിൻ്റെ പ്രത്യേകത, ഒരു ടേൺ കഴിയുമ്പോൾ ഇത് പൂർണ്ണമായി ഒരു വെട്ടിയൊരുക്കും അല്ലേ? അതായത് തളിര് അതിൻ്റെ പരമാവധി ശേഖരിച്ചു കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ അത് പൂർണ്ണമായി അത് വെട്ടിയൊരുക്കും. പിന്നെ അത് കണ്ട ഒരു ഭംഗിയും കാണത്തില്ല. അന്നേരം കണ്ട നമ്മൾ ഇത് കാണാനാണ് ഇവിടേക്ക് വന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോയേക്കും. നമുക്ക് അങ്ങനെ തോന്നലുണ്ടോ, ഇത് കാണാനാണോ വന്നതെന്ന്? പക്ഷെ എന്തിനു വേണ്ടിയാണ്? മെച്ചമായ ഫലം അടുത്ത ശേഖരണ സമയത്ത് ഉണ്ടാകാൻ വേണ്ടി വെട്ടിയൊരുക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ തകർക്കപ്പെടുമ്പോൾ ചിന്തിക്കണം, നിന്നെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് നീ തകർക്കുന്നത്. നീ അടിത്തറ പാകമായിട്ട് ഉറപ്പിച്ച് അതിന്മേൽ നീ കെട്ടിയുയർത്തപ്പെടുമ്പോൾ ഒരിക്കലും നീ വീണുപോകത്തില്ല. അതായത് നാളെ നിനക്കൊരു സന്തോഷം, നിനക്കൊരു മെച്ചമുണ്ടെന്ന് കാണിക്കാനാണ് നമ്മുടെ അടിത്തറകളെ ബലവത്താക്കാൻ വേണ്ടിയാണ് നമ്മൾ തകർക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, തകർച്ചകളിലെ കെട്ടുറപ്പിനെ മനസ്സിലാക്കാൻ സാധിച്ചാൽ മാത്രമേ തന്നെ താഴ്ത്തിയാൽ ഉയർത്തപ്പെടും എന്ന വചനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് മറുഭാഗം കൂടി പറയാം. അതായത് കണ്ണുനീരിലെ ആനന്ദം കണ്ടെത്താൻ തയ്യാറായാൽ നമുക്ക് അനുഭവം ഉണ്ടാകും. സെയിം ഫാക്ടർ. നമ്മളെപ്പോഴും കരയുന്ന എപ്പോഴും ദുഃഖം, വേദന, സങ്കടം, അങ്ങനെ പല ഭാഷകളിൽ പറയാം എൻ്റെ കാരണത്തെ അല്ലേ? പ്രിയപ്പെട്ടവർ മരിച്ചു പോയാൽ, ലഭിക്കേണ്ട വിജയം നഷ്ടമാണെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ എന്താണ് പറയുക, പരീക്ഷ എഴുതി നല്ല വിജയം കിട്ടുന്ന ഉറപ്പിച്ചിരുന്നു, പക്ഷേ കിട്ടിയ ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ എനിക്ക് റാങ്കിന് ഒരു മാർക്ക് കുറഞ്ഞു പോയി, ഒരു സങ്കടം വന്നേക്കാം, പൊട്ടിക്കരഞ്ഞേക്കാം, പല കാരണം അല്ലേ? പിള്ളേർ ഓർക്കുക, കണ്ണുനീരിൽ ഒരു ആനന്ദമുണ്ട്. നീ ഇന്ന് കണ്ണുനീർ പൊഴിച്ചാൽ അതിൻ്റെ അർത്ഥം നാളെ സന്തോഷ കണ്ണീർ നിനക്കായിട്ട് കർത്താവ് കാത്തുവച്ചു. എപ്പോഴാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ദുഃഖം വന്നപ്പോഴാണെന്നല്ലേ. എന്നാൽ ആനന്ദം വരുമ്പോൾ കരയാറുണ്ട് എന്ന് നമ്മൾ ആരും പറഞ്ഞു? ഒറ്റ വാക്കിൽ പെട്ടെന്ന് ഉത്തരം പറയും നമ്മൾ ആരെങ്കിലും. ആനന്ദക്കണ്ണീർ കാണാനായിട്ടാണ് നിന്റെ കണ്ണുകളെ കർത്താവ് നീർണണിയിപ്പിക്കുന്നത്.
ഒരു ദുഃഖമുണ്ട്, കണ്ണുനീർ പൊഴിഞ്ഞാൽ തിരിച്ചറിയുക, ഈ കണ്ണുനീര് ആനന്ദ കണ്ണീരാക്കാൻ കഴിയുന്ന ഒരു ദൈവം എനിക്ക് ഉണ്ട്. അങ്ങനെ ഈ വചനത്തെ തന്നെ താഴ്ത്തിയാൽ ഉയർത്തപ്പെടുമെന്ന ബോധ്യം ഉൾക്കൊണ്ടാൽ മാത്രമേ ഇത് നമുക്ക് അനുഭവവേദ്യമായിട്ട് മാറ്റപ്പെടുകയുള്ളൂ. ഇത് ഈ വചനത്തിൻ്റെ ആദ്യ ഭാഗമാണ്. ഇതൊരു മറുഭാഗം കൂടി പറയാമോ? ഇതിൻ്റെ മറുഭാഗം കൂടി പറയാമോ? ഉറങ്ങിയോ? ഉറക്കത്തിന് സമയമാണ്. ക്ഷീണമുണ്ടോ? ഒരു മാർഗഭാവം പറഞ്ഞേക്കട്ടെ. അപ്പോൾ ഇന്നിവിടെ പറഞ്ഞു വെച്ചത് തന്നെ ഉയർത്തുന്നവൻ താഴ്ന്നു ഉയർത്തപ്പെടും. ഇത് പറയുന്നതിന് മുൻപായിട്ട് കുറേയേറെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അതായത് ജനക്കൂട്ടത്തോടും ശിഷ്യരോടും പറഞ്ഞു, എന്താണ്, ഫരീസേരും നിയമജ്ഞരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട്. അവരവിടെ ഇരിക്കുന്നത് കൊണ്ട്, ഒരധികാരത്തിലായതുകൊണ്ട് അവർ പറയുന്നത് നിങ്ങൾ കേൾക്കണം, അനുഷ്ഠിക്കണം. പക്ഷെ അവർ ചെയ്യുന്ന കാര്യം നിങ്ങൾ ചെയ്യാൻ പാടില്ല. അവർ ചെയ്യുന്നതൊക്കെയാണ്, വലിയ ചുമടും ഭാരവും ഒക്കെ ബലഹീനയുടെ മേൽ വെച്ചു കൊടുക്കുന്നു. സഹായിക്കാൻ ഒരു ചെറുകിട നനക്കാൻ പോലും തയ്യാറാകുന്നില്ല. അവരുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതി കൂട്ടുന്നു, വസ്ത്രത്തൊങ്ങലുകൾക്ക് നീളം കൂട്ടുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അവർ നേതാക്കന്മാരെന്ന് വിളിക്കപ്പെടുന്നു. അവർ ഫ്രണ്ട് റോയിൽ ഇരിക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് എന്ന കാര്യം പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ടായിട്ട് അവസാനം പറയുന്നത്, നേതാക്കന്മാരായിട്ടിരിക്കുന്നു, നിങ്ങളിങ്ങനെയൊന്നും ആകരുത്, നിങ്ങളിൽ വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകൻ ആയിരിക്കണം. അതായത് ഈ പറഞ്ഞ ബാക്കി എല്ലാ സംഗതികളും ഈ ലോകത്തിൽ നമുക്ക് നേടാൻ സാധിക്കുന്നതാണ്. എന്നുവെച്ചാൽ നിന്റെ കഴിവല്ല, മേന്മയല്ല, മെച്ചമല്ല, സമ്പത്തല്ല, കുലമഹിമയല്ല, കുടുംബ പാരമ്പര്യമൊന്നുമല്ല. ഇതെല്ലാം നിനക്കുണ്ട് എങ്കിലും നീ താഴെ നിൽക്കാൻ തയ്യാറായാൽ മാത്രമേ, ശുശ്രൂഷിക്കാൻ തയ്യാറായാൽ മാത്രമേ നിന്നെ ദൈവം ഉയർത്തത്തുള്ളൂ. നമ്മളൊക്കെ സ്ഥാനം കിട്ടുമ്പോൾ, അധികാരം കിട്ടുമ്പോൾ, സമ്പത്തുണ്ടാകുമ്പോൾ മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ വലിയവരാണ്, അല്ലേ? മനുഷ്യർക്ക് നമ്മളൊക്കെ വലിയവരാണ്. എനിക്ക് വണ്ടിയുണ്ട്, അല്ലെ ഞാൻ ഏറ്റവും ഉയർന്ന ജോലി നിൽക്കുന്ന ആളാണ്, കൊള്ളാൻ നല്ല ജോലിയാണല്ലോ, നമ്മളെ കുറിച്ച് പറയും. പക്ഷെ ഓർക്കുക, ഈശോയുടെ മുമ്പിൽ നീ വെറും വട്ടപ്പൂജ്യമായിരിക്കും. അതാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേടാൻ സാധിക്കുന്ന ഭൗതികമായ കുറേയേറെ സാധ്യതകളെ പറഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം പറഞ്ഞു വയ്ക്കുകയാണ്, നീ ഏറ്റവും വലിയവനാണെങ്കിൽ ഏറ്റവും ശുശ്രൂഷകനായിട്ട് മാറണം. എന്നിട്ടാണ് പറയുന്നത്, ഉയർത്തപ്പെടാൻ പാടില്ല, നീ സ്വയം താഴ്ത്തണം, എന്നാലും ദൈവം നിന്നെ ഉയർത്തത്തുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വചനത്തിൻ്റെ രണ്ട് ഭാഗം. നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ദൈവാനുഗ്രഹത്താൽ നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ട്, എനിക്ക് നന്മകൾ കിട്ടിയിട്ടുണ്ട്, എനിക്ക് നല്ല കുടുംബമുണ്ട്, എനിക്ക് നല്ല മക്കളുണ്ട്, എനിക്ക് ജീവിത സൗകര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്, അല്ല നാട്ടിൽ എനിക്ക് കുടുംബമുണ്ട്, എല്ലാം സേഫാണ്. ഇതെല്ലാം സേഫായിരിക്കുമ്പോഴും ദൈവമേ ഞാൻ അഹങ്കരിക്കുന്നില്ല, ഇത് നിന്റെ ദാനമാണ് എന്ന് തിരിച്ചറിയാനും ഏറ്റുപറയാനും തയ്യാറാകുമ്പോഴാണ് ഈ വചനം അന്വർത്ഥമാകുന്നത്. ലാസ്റ്റ് പറഞ്ഞു കൊള്ളട്ടെ, ഇവയെല്ലാം അന്വർത്ഥമായി ജീവിതത്തിൽ അനുഭവമാകണം, അല്ലെങ്കിൽ ഈ പരിശുദ്ധ ബലി ഇന്ന് എനിക്കും നിനക്കും അനുഭവമാണെന്നുള്ളവരെ തിരിച്ചറിയുക. എല്ലാം നേടാൻ കഴിവുണ്ടായിട്ടും ഒന്നുമില്ലാത്തവനായി കുരിശിന്മേൽ ജീവൻ ത്യജിച്ച് വെറും ഗോതമ്പപ്പമായി മുന്തിരിച്ചാറായി കർത്താവ് ഏറ്റവും സിമ്പിൾ ഫോമിൽ ഇറങ്ങി വരാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും അതേ എളിമയിലേക്ക് ഇറങ്ങി വന്നാലേ ഈ കുർബാന എനിക്ക് അനുഭവമാകത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് എന്താണ്, ആദ്യം കേട്ടതുപോലെ ഇതൊരു കേട്ട് പരിചയവും കണ്ടു പരിചയവും മാത്രമാണ്. നമ്മൾ വരുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, കുർബാന സ്വീകരിക്കുന്നു, മടങ്ങിപ്പോകുന്നു, അനുഭവമാകുന്നില്ല. ഇത് അനുഭവമാകണമെന്നുണ്ടെങ്കിൽ ആ ഒരു എളിമയിലേക്ക് ഇറങ്ങി വരണം. ആ എളിമയിലേക്ക് ഇറങ്ങി വന്നാൽ, തയ്യാറായാൽ, ഇന്ന് ഈ കുർബാന നീ സ്വീകരിക്കുമ്പോൾ എത്രമാത്രം എളിമയിലാണോ ഈശോയെ സ്വീകരിക്കുന്നത്, അതിൻ്റെ 10 മടങ്ങ് ഉയർച്ചയിലേക്ക് ദൈവം നിന്നെ കൈപിടിച്ച് ഉയർത്തും. അപ്പോൾ ദൈവം കൈപിടിച്ച് എന്നെ ഉയർത്തണമെന്ന ആഗ്രഹത്തോടെ നമുക്ക് ഈ വലിയ എളിമയോടെ കൊണ്ടാടാം. ദൈവം നമ്മെ ഏവരെയും
സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ അനുഗ്രഹവും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ച് ഉണ്മയിലേക്ക് നയിച്ച ഉന്നതനും ശ്രേഷ്ഠനും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിലയേറിയ രക്തത്താൽ ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രസ്ഥാനത്തേക്ക് ഉയർത്തിയ പ്രധാന ആചാര്യനുമായ കർത്താവിന് സ്തുതി. ദൈവികമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവനായി യോഗ്യമാകുന്നു. ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. പാപപരിഹാരം ചെയ്യുന്നവനും എടുപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും സ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർഹതയാൽ എന്റെ സംഖ്യമായ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ഈ ജനം മുഴുവന്റെയും പാപങ്ങളും മായ്ച്ച് ഉത്തമനേ ഏതേതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭകളുള്ള വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിന്റെയും ആർദ്രതയുടെയും പരിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരകനും ആകണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് തിരുമരുളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാനം പ്രിയപ്പെടുന്ന നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് എപ്പോഴും എല്ലാ സമയത്തും ഒന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാലയ്ക്കുമോ മോറൻ മോലുഹായ് ലോൽമീ. സ്വന്തമായിട്ടും കൊടുത്തതിനു വേണ്ടി ബലിയായി തീർന്ന ഉത്തമ ഇടയനെ നിനക്ക് സ്തുതി. ഭൂമിയിൽ നിന്നെ പൂഴിയായി എന്നെ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ നിവാസസ്ഥലത്ത് പ്രവേശിക്കുവാൻ കരുണാപൂർവം നീ അർഹനാക്കി. നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമായ മഹോന്നതങ്ങളിലേക്ക് എന്നെ നീ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ പ്രഭേന്മാരുടെയും പരിശുദ്ധനെന്ന് നിന്നെ കീർത്തിക്കുന്ന ശ്രഭേന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തനാൽ ദൈവമേ, നിനക്ക് ഞങ്ങൾ സ്തോത്രമർപ്പിക്കുന്നു. അഗ്നിമയമായ ഈ സ്ഥലത്ത് അഗ്നിജ്വാലയുടെ സിംഹാസനത്തിന്റെ മുൻപാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിനു വേണ്ടി പാപപരിഹാരവും സൃഷ്ടിക്ക് മുഴുവനു വേണ്ടി മോചനവും ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുമ്പിൽ സമൃദ്ധമായ നിന്റെ ഭണ്ഡാരം തുറന്നു നിന്റെ ഇടവകയിലെ ആടുകളിൽ നിന്റെ നന്മകൾ നീ വർഷിക്കണമേ. കടക്കാരുടെ കടപത്രം നീ കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങൾ നീ ക്ഷമിക്കണമേ. ഞങ്ങളുടെ തെറ്റുകൾ നീ പരിപൂർണമായി വിസ്മരിക്കണമേ.
നിന്റെ തിരുമുൻപാകെ സമ്മേളിക്കുവാൻ ഇടയാക്കണമേ. കർത്താവേ, നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ പരിശുദ്ധമായ ബലി ഞങ്ങൾ സമീപിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചകളിൽ നിന്റെ പരിശുദ്ധ പ്രസാദിക്കുമാറാകണമേ. അവൻ ഇറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, അധർമ്മങ്ങളിൽ നിന്ന് ഞങ്ങളെ വിമുക്തരാക്കി അനശ്വരമായ വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ നീ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും.
ഈ സമയത്ത് സ്നേഹവും യോജിപ്പും സമ്പൂർണമായ സമാധാനവും ഞങ്ങൾക്ക് നീ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമായ ചുമനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. മഹോന്നതങ്ങളിലായിരിക്കണം.
ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒറ്റുകൊടുക്കപ്പെട്ട ആ രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവും പരിശുദ്ധവുമായ തൃകൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. തന്റെ ശിഷ്യരായ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എന്റെ ശരീരമാകുന്നു. നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം അത്താഴത്തിന് ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായമെടുത്ത് സ്തോത്രം ചെയ്തു. ശിഷ്യരായ തന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇത് പാനം ചെയ്യുവിൻ, ഇത് പുതിയ നിയമത്തിലെ എന്റെ രക്തമാകുന്നു. നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്നു. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നത് വരെ അനുസ്മരിക്കുകയും ചെയ്യുകയെന്നും നമ്മുടെ കർത്താവ് കൽപ്പിച്ച് അരുളി ചെയ്തു. നിന്റെ സംപ്രമജനകമായ രണ്ടാമത്തെ വരവരെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയുടെ വകയിൽ നിന്നോട് നീ മുഖാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനോട് അനുതാപപൂർവം അപേക്ഷിക്കുന്നു. നിന്റെ കൃപ സ്വീകരിക്കുന്നു. ബലഹീനരും താപികളുമായി നിന്റെ ദാസൻ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടി കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. Barking more and the
ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവ് ഈ അപ്പത്തെ ആശീർവദിച്ച് ഞങ്ങളുടെ ദൈവമായ മിശിഹായെ ശരീരമാക്കി മാറ്റട്ടെ. പരിശുദ്ധാത്മാവ് ഈ കാസാരത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. ഈ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യജീവനയോഗ്യരാകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. Again we pray for our fathers who rule the churches in the four quarters of the world, especially those who shepherd us, the head and father of our church, the Holy Father Pope Francis, the head and father of our church, one of our Basilios Communis Galorigos, and our Bishop of the Multinations, and with them let us pray for all the bishops of the true faith, and the priests, deacons, ascetics, and for the entire Christian church. Let us pray to the Lord. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലിടയന്മാർക്ക് ആശ്വാസപൂർണമായ ദീർഘായുസ്സും നൽകണമേ. സത്യോപദേശം ധൈര്യത്തോടെ ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ നിന്റെ സഭയിലുണ്ടാകുവാൻ നീ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. Let us pray to the Lord. കർത്താവേ, നിന്റെ ആരാധകരുടെ അപേക്ഷ താല്പര്യപൂർവ്വം കേട്ട് നിന്റെ സമാധാനം കർപ്പിക്കുന്ന ബലികളും ആദിഫലങ്ങളും സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികൾ സ്വീകരിക്കുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ നീ സമാധാനചിതരാക്കി തീർക്കണമേ. അസിയാലുകളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്നും ഞങ്ങളെവരെ നീ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. Again, let us remember the holy, glorious, blessed, and ever Virgin Mary, the Mother of God, and with her let us remember our Father, the Apostle Thomas, the prophets, apostles, preachers, evangelists, martyrs, and confessors. May their intercession be a stronghold to us. Let us pray to the Lord. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. Again, let us remember the holy fathers and reverend doctors who kept the one true apostolic faith undefiled and handed it over to us. May their prayer be a stronghold to us. Let us pray to the Lord. കർത്താവേ, വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നീ നിലനിർത്തണമേ. പരിശുദ്ധാത്മ പ്രേരിതരായി ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ
പഠിപ്പിച്ച വിശ്വാസങ്ങൾ ഞങ്ങളിൽ നീ ഉറപ്പിക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു ഞങ്ങൾ നിനക്കും നിരേകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തോടുകൂടി ഞങ്ങളാലും ഞങ്ങൾ മുഖാന്തരവും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് വാഴ്ത്തപ്പെടുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. മഹോന്നതദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ കൃപ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടി എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Ah
പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായുകളും അധരങ്ങളും നീ തുറന്ന് തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഞങ്ങളിതാ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പരീക്ഷകളിൽ സംരക്ഷകരും ഉദ്ധാരകരമായി നിൽക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരത്തിനും രക്തത്തിനും വിശുദ്ധിയോടുകൂടെ പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ നീ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരവും അവനോടുകൂടി നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. Namo Dewa Sudhan
പ്രിയപ്പെട്ട അലക്സിയ, ഫിൽമോൻ, ബെൻഷേജി, ഹന്ന, പ്രിൻസി, രമ്യ, ബിനോജ് എന്നിവരെ പ്രത്യേകമായിട്ട് കൊടുത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ജൂനോ, ഫിൽമോൻ, രമ്യ, ജോസി എന്നീ ദമ്പതികളെയും പ്രത്യേകമായിട്ട് കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട നമ്മുടെ ലിനോച്ചിനെ പ്രത്യേകമായിട്ട് ഈ ബലിപീഠത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. സ്വർഗീയ മധ്യസ്ഥൻ്റെ തിരുനാൾ 10-ാം തീയതി ആഘോഷിച്ചു. ഇന്നു മുതൽ ഇവിടെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ നമ്മളെ ശക്തമായിട്ട് ഉന്നതിയിലേക്ക്, നമ്മുടെ എല്ലാവരെയും ഉന്നതിയിലേക്ക് നയിക്കാൻ വേണ്ട ബലം, കരുത്ത് അച്ഛൻ്റെ ബുദ്ധികൾക്ക്, അച്ഛൻ്റെ ശക്തിക്ക്, കരങ്ങൾക്ക് നൽകണമേ എന്ന് പ്രത്യേകമായി പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതികൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ കേരള നാടിനെ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ, ജീവൻ നഷ്ടപ്പെട്ടു പോയവർ, എല്ലാം നഷ്ടപ്പെട്ട മക്കൾ എല്ലാവരെയും പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നിന്നാൽ സ്തുതിയോട് രാജമ
ദൈവപുത്ര, പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്നും നിന്റെ ദാസരിലേക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവമേ, അദൃശ്യമായ നിന്റെ വലതുകൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള നിന്റെ വിലയേറിയ മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ ശരീരരംഗങ്ങൾ സ്വീകരിക്കുന്ന നിന്റെ ദാസനും ആരാധകരുമായവരുടെ ഈ സമൂഹത്തെ നീ ആശീർവദിക്കണമേ. വലിയതും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ പരിശുദ്ധമായ രഹസ്യങ്ങൾ വായിക്കുന്നവരിലും കൊടുക്കുന്നവരിലും കൈക്കൊള്ളുന്നവരിലും ഉണ്ടായിരിക്കട്ടെ. ഇവയിൽ താല്പര്യപൂർവ്വം സംബന്ധിച്ചവരിലും സംബന്ധിക്കുന്നവരിലും പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും കരുണയും രണ്ട് ലോകങ്ങളിൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവുമാകുന്ന തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടും. Amen.
പതിവായ രക്ഷകനും പരിശുദ്ധ മാമോദീസയുടെ റോഷ്മയാൽ മുദ്രിതരമേ, ഈ പരിശുദ്ധ ത്രയത്വം നിങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കുകയും കുറ്റങ്ങൾ മോചിക്കുകയും നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്രയിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുകയും എന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. ദേവദാസന്മാർ ഇവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് ആരാധനയും മഹത്വവും സ്തോത്രവും അർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ അനന്തകരുണയാൽ കാലത്തിന്റെ തികവിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് അങ്ങ് രൂപം നൽകി അതിനെ വളർത്തി നയിക്കുന്നതിനായി മാറിവാനിയോസ് പിതാവിനെ അവിടുന്ന് നിയോഗിച്ചു. ആ പുണ്യദാതന്റെ വിശുദ്ധിയുടെ പരിമളവും സ്നേഹത്തിന്റെ ഊഷ്മളതയും എല്ലാ ജനപദങ്ങൾക്കും മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്ക് പൊതുവായി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായും ഒരു വിശുദ്ധന്റെ മാധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി ദൈവദാസൻ മാറിവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ താഴ്മയായി പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്വനായ